വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം മന്നലാംകുന്ന് ബീച്ചിലാണ്, തൃശ്ശൂർ മന്നലാംകുന്ന് ബീച്ച്. ചാവക്കാട് നിന്ന് ഏകദേശം ഒരു 11 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ബീച്ചാണ്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാറ്റാടി മരങ്ങളാണ്. അപ്പം ഇവിടെ കുറേയധികം ഫോട്ടോഷൂട്ടുകളൊക്കെ കുറേയധികം നടക്കുന്നൊരു ബീച്ചാണ് മന്നലാംകുന്ന് ബീച്ച്. പിന്നെ കുറേയധികം ഫാമിലീസിനൊക്കെ വരാൻ പറ്റിയിട്ടുള്ള ബീച്ചാണ്. അപ്പം ഞാനിവിടെ വന്നിട്ടുള്ളൂ, പക്ഷേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇവിടെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. പെരുന്നാളിൻ്റെ തോന്നുന്നു, എന്താ അറിയത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റ് ആയിരിക്കാം. ഇവിടെ നേന്ത്രൂഞ്ഞാലും സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചുമ്മാ ബീച്ചൊന്ന് കാണാം. ഞാൻ വരാറുണ്ട്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ആ ഒരു സൈഡിൽ ഒരറ്റം വരെ ഈ കാറ്റാടി മരങ്ങളാണ് കേട്ടോ. നല്ല ആംബിയൻസാണ്. ഫോട്ടോസും അതുപോലെ മറ്റേ എന്താ പറയുക, സേവ് ദ ഡേറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ് കേട്ടോ മന്നലാംകുന്ന് ബീച്ച്. ഇവിടെ പാർക്ക് ഏരിയ ഒക്കെ ഉണ്ട്. ഞങ്ങളൊരു 4 മണിയായിട്ടുള്ള സമയം. കുറച്ചും കൂടി വെയിലാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടാവും. ഇത് പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ട് വരുന്നുള്ളതിനുണ്ടോ. ഗോപ്രോ ക്യാമറ എടുത്തിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതുവരെ ഞാൻ എൻ്റെ ഫോണിലാണ് വീഡിയോസ് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ നല്ല കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. വോയിസിൻ്റെ കുറവ് ഇനിതിൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. വോയിസ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അറിയില്ല. നല്ല വെയിലുള്ള സമയത്ത് ഇതുപോലുള്ള മരങ്ങളുടെ ഇടയിൽ നിൽക്കാൻ നല്ലൊരു സുഖമാണ് കേട്ടോ. കാറ്റാടി മരങ്ങളാണ് ഫുള്ളുണ്ട്. ഈ ഒരറ്റ മരങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ചാവക്കാട് ബീച്ചിൽ വന്നാലും കാറ്റാടി മരങ്ങളുണ്ട്, പക്ഷെ ഇത്രത്തോളം ഇല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടെയാണ് കേട്ടോ കൂടുതൽ ആളുകൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾക്കൊക്കെ. ഇപ്പം ചാവക്കാട് ബീച്ചിൽ എന്തോ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ചാർജ് ആക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, അതിനെക്കുറിച്ചിട്ട് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഫോട്ടോസ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് വരുന്നൊരു സ്ഥലമാണ്. ഇപ്പം ഇവിടെ ഒരു തോട് കൊണ്ടുണ്ട്, ഒരു ചെറിയൊരു കനാല് പോലെ. വെള്ളം ഉള്ള സമയത്ത് നല്ല അടിപൊളിയാണ്. ആ സമയത്തുള്ള ഫോട്ടോസ് കുറേയൊക്കെ നമ്മൾ ഇങ്ങനെ ഇതിൽ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം. വെള്ളമുണ്ട്, പക്ഷെ ചെളി വെള്ളമാണ്, ഒഴുക്കില്ല. ഒഴുക്കുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പ്ലാസ്റ്റിക്കും ഒക്കെ ഇട്ടിട്ട് ആകെ ചപ്പ് ചോറാക്കി വെച്ചിട്ടുണ്ടോ. ഇവിടുത്തെ ആംബിയൻസ് നോക്കിയേ, എന്ത് രസമാണ്. ഇവിടെ ഒരു ചെടി ഉണങ്ങിയത് കണ്ടോ, ഈ ഒരു കാലം. ഇത് ഡ്രസ്സിൽ മൊത്തമായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടാ ഇതാകെ ഇതൊക്കെ പറിച്ച് കളയണേ. ഇനി മൊത്തമായിട്ട് നല്ല ചിത്രമായിരുന്നു. നേരെ നമ്മൾ തിരിച്ചങ്ങോട്ട് പോവാട്ടോ. ഐസ്ക്രീം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കണം. നല്ല വെയിൽ കൊണ്ടിട്ട് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു. ഇവിടെ ഒരു ഗ്രില്ലിട്ട് കണ്ടോ. ഇതിൽ എനിക്ക് തോന്നുന്നു കടലാമ്മയുടെ കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ഗ്രില്ലിടാറുള്ളത്. ഇതിപ്പോൾ എന്ത് സംഭവം എന്നറിയില്ല. എന്തായാലും കടൽ കാണാൻ വന്നിട്ട് കടലിൽ ഇറങ്ങാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അതിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം കേട്ടോ. സാധാരണ ഐസ്ക്രീമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ, പക്ഷെ ഒറ്റ ഐസ്ക്രീം ഇല്ല. ഈ ഉപ്പിലിട്ട് തന്നെ ഉള്ളൂ. സോക്സൊക്കെ ഇട്ടതുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് മടിയുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഇറങ്ങും.
സർബത്ത് കുടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള കേട്ടോ. ഈ പൊടികൾ കാണുമ്പോൾ കുടിക്കാൻ തോന്നുന്നില്ല. എനിക്ക് അവിടുത്തെ ഒരു ഇത് ആംബിയൻസ് കണ്ടപ്പോൾ കുടിക്കാനൊന്നും ഇരിക്കാനൊന്നും തോന്നിയില്ല. അപ്പോൾ ഒരു 7 അപ്പ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ തീരാണ് കേട്ടോ. ഇതിൻ്റെ ഗോപ്രോൻ്റെ ചാർജ് തീരാറായി. അത് 1% നിൽക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ.